അങ്ങനെ ഞാൻ പല്ലെടുത്തിട്ട് വന്നിട്ട് എൻ്റെ ചള്ളയിലെ നീര് കണ്ടോ. പല്ലെടുത്തത് അല്ല എനിക്ക് സങ്കടം, പല്ലെടുത്ത് കഴിഞ്ഞിട്ട് ഡോക്ടർ ഐസ്ക്രീം കഴിക്കണമെന്ന് പറഞ്ഞു. പക്ഷേങ്കിൽ ഈ ഐസ്ക്രീം മേടിച്ചുകൊണ്ട് വന്നിട്ട് എനിക്കത് എൻ്റെ ഇഷ്ടത്തിന് എനിക്ക് ആസ്വദിച്ച് കഴിക്കാൻ പറ്റാത്ത വല്ലാത്തൊരു സങ്കടം. ഐസ്ക്രീം എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഫേവറേറ്റ് സംഭവമാണ്. ഐസ്ക്രീം എനിക്ക് കൂടുതൽ ഇഷ്ടമുള്ളത് ബട്ടർ സ്കോച്ചാണ്. പക്ഷേങ്കിൽ പല്ലെടുത്തതായതുകൊണ്ട് ഇതിനകത്ത് മിക്സ് ഒന്നും ഉണ്ടാവാൻ പാടില്ല, പ്ലെയിൻ ഐസ്ക്രീം ആയിരിക്കണം എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ വാനില ഐസ്ക്രീം മേടിച്ചത്. എന്നാൽ കൂടിയും എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള സംഭവം ആയതുകൊണ്ട് ഇപ്പം ഏത് ഫ്ലേവർ ആയാലും കുഴപ്പമില്ല. അപ്പോൾ ഇന്നത്തെ എൻ്റെ ലഞ്ച് വന്നിട്ട് ഐസ്ക്രീമാണ് കേട്ടോ. പിന്നെ ഞങ്ങളുടെ വീട്ടിൽ ഐസ്ക്രീം ഒരുപാട് ഇഷ്ടമുള്ളത് അപ്പൂസാണ്. ഇനി അപ്പൂസിന് ഈ ഐസ്ക്രീം കണ്ടു കഴിഞ്ഞാൽ പിന്നെ പാലിനകത്തെല്ലാം അടിച്ചു കൂടിയൊക്കെ ഉണ്ട്. ഇപ്പോൾ ഈ പല്ലെടുത്തിട്ട് ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞു. അപ്പം ഡോക്ടർ പറഞ്ഞൊരു 1.5 മണിക്കൂർ കഴിഞ്ഞ് കഴിയുമ്പം ഈ ഐസ്ക്രീം കഴിച്ച് കഴിയുമ്പോൾ അവിടുത്തെ ആ ബ്ലഡ് നന്നായിട്ടങ്ങ് ക്ലോട്ട് ആവാൻ വേണ്ടിയിട്ടാണ്, ബ്ലീഡിംഗ് ഒന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഐസ്ക്രീം കഴിക്കാൻ പറഞ്ഞത്. എന്തായാലും പല്ലെടുത്തതിനെക്കാട്ടി വിഷമം ഐസ്ക്രീം ആസ്വദിച്ച് കഴിക്കാൻ പറ്റുന്നില്ലെന്നുള്ളതാണ്. അപ്പോൾ ഇനി 2 ദിവസത്തിന് എന്തായാലും എനിക്ക് സുഖമാണ്. അപ്പോൾ എൻ്റെ ആഹാരം ഐസ്ക്രീമും ജ്യൂസും ഒക്കെയാണ്. വേറൊന്നും കട്ടിയുള്ള ആഹാരം കഴിക്കാൻ പറ്റില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത് അണപ്പല്ലാണ് എടുത്തത്. പിന്നെ നമ്മൾ കട്ടിയുള്ള സാധനം വെച്ച് വല്ലതും കടിക്കുകയെല്ലാം ചെയ്യുന്ന സമയത്ത് മുറിഞ്ഞെടുത്ത് ടച്ചാവും, അതുകൊണ്ടാണ്.